പ്രൈസ് ലോർഡ് കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ഭവനത്തിൽ സുഖമായിരിക്കുന്നുവോ? കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ആരെക്കുറിച്ചാണ് പഠിച്ചത്? ഒന്ന് ഓർത്തു നോക്കിക്കേ. ശമൂവേലിനെ കുറിച്ചല്ലേ? അതെ, ഹന്ന കരയുന്നതും ശമൂവേലിനെ ലഭിക്കുന്നതും തനിക്ക് ലഭിച്ച ശമൂവേലിനെ ദൈവവേലയ്ക്കായിട്ട് സമർപ്പിക്കുന്നതും നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കണ്ടു അല്ലേ? ശമൂവേലിനെ പോലെ ആകാം തീരുമാനമൊക്കെ എടുത്തായിരുന്നോ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ അത്? ഏതെങ്കിലും പുതിയ തീരുമാനങ്ങൾ എടുത്തോ? അതെല്ലാം എടുക്കുന്ന ഡയറിയിൽ എഴുതി വെക്കണമെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടായിരുന്നു. നിങ്ങൾക്കൊരു ഡയറി വേണം, അതിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം എഴുതി വെച്ചിട്ട് പപ്പയുടെയും അമ്മയുടെയും കൂടെ സഹായം നിങ്ങൾക്ക് അതിന് നേടാം. ക്വസ്റ്റ്യൻസും എല്ലാം ആൻസർ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്നത്തെ 18-ാം പാഠത്തിലോട്ട് കടന്നാലോ? വേഗം നിങ്ങളുടെ സൺഡേ സ്കൂൾ പുസ്തകം ഒന്ന് എടുത്തേ. വേഗം സൺഡേ സ്കൂൾ പുസ്തകം എടുത്ത് 18-ാമത്തെ പാഠത്തിലോട്ടൊന്ന് നോക്കിക്കേ. ഇന്ന് നമ്മൾ ആരെക്കുറിച്ചാണ്, എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് നമുക്ക് നോക്കിയാലോ? കർമ്മേലിൽ തീ ഇറങ്ങിയ യാഗം. ഇതാണ് ഇന്നത്തെ നമ്മുടെ പഠന വിഷയം. അതിന് മുമ്പേ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് എത്ര പേർക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്? എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ? ഓക്കെ, നിങ്ങൾ അച്ഛനോ അമ്മയായിട്ട് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് കാണും അല്ലേ? എന്നാൽ ഇപ്പൊ എല്ലാവരുടെ കൂടെ യാത്ര ചെയ്യാൻ ഒക്കുന്നില്ല അല്ലേ? ഈ യാത്ര ചെയ്യുമ്പം നമ്മൾ പല കാര്യങ്ങൾ കാണാറുണ്ട് അല്ലേ? ആൾക്കാർ നേർച്ചയിടുന്നത്, വിഗ്രഹങ്ങളുടെ മുമ്പിൽ നമസ്കരിക്കുന്നത് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ വിഗ്രഹം എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കണ്ടോ, ഇവിടെ ഒരു കാളക്കുട്ടിയാണ് വിഗ്രഹമായിട്ട് വെച്ചേക്കുന്ന. ആൾക്കാർ അതിൻ്റെ ചുറ്റും നമസ്കരിക്കുന്നു, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. ഇതിന് വിളിക്കുന്ന പേരാണ് വിഗ്രഹ ആരാധന, ഐഡൽ വർഷിപ്പ്. ഇത് ദൈവത്തിന് ഇഷ്ടമാണോ? അല്ല, ദൈവത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് വിഗ്രഹ ആരാധന. ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ സ്വന്തം ജനമായിരുന്നു, ദൈവമായിരുന്നു അവർക്കെല്ലാം. പക്ഷേ പതുക്കെ അവരെന്ത് ചെയ്തു? ചുറ്റുമുള്ള ജാതികളെ പോലെ ഞങ്ങൾക്കും വിഗ്രഹം വേണമെന്ന് പറഞ്ഞാൽ അവർ വിഗ്രഹത്തെ ഉണ്ടാക്കി അതിനു മുമ്പിൽ നമസ്കരിക്കുകയും നേർച്ചയിടുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ടു നിന്ന ദൈവം എന്ത് തീരുമാനിച്ചു എന്നോ? ഈ ജനത്തെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവരും തയ്യാറല്ലേ? പ്രാർത്ഥനയോടെ നമ്മുടെ സൺഡേ സ്കൂൾ തുടങ്ങാം. ഇനി ഏലിയാവ് എന്ന് പറഞ്ഞ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. ഏലിയാവ് ജീവിച്ചിരുന്നത് ഇസ്രായേൽ രാജാവിന് ആഹാബ് എന്ന രാജാവ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ഏലിയാവ് ജീവിച്ചത്. ആഹാബിന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു, പേര് ഇസബേൽ. എന്തായിരുന്നു? ജെസബേൽ. അപ്പം പ്രവാചകന്റെ പേര് ഏലിയാവ്. താൻ ജീവിച്ചിരുന്ന കാലഘട്ടം ഏതാണ്? ആഹാബ് എന്ന രാജാവ് ഇസ്രായേലിനെ ഭരിച്ചുകൊണ്ടിരുന്നപ്പം ഭാര്യയുടെ പേര് ഇസബേൽ. ഈ ഇസബേൽ ഒരു ദുഷ്ട സ്ത്രീയായിരുന്നു. കാരണം ദൈവം തീരെ വെറുത്ത ഒരു കാര്യമായിരുന്നു വിഗ്രഹാരാധന. ഇസബേൽ എന്തു ചെയ്തു? വിഗ്രഹങ്ങളെ ആരാധിക്കുകയും തൻ്റെ ഭർത്താവിനെ ആരാധിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ആര്? ഈ ഇസബേൽ എന്ന സ്ത്രീ. അവര് അശേര പ്രതിഷ്ഠ, ബാൽ വിഗ്രഹം ഇതൊക്കെയും വെച്ച് നമസ്കരിക്കുകയും അതുപോലെ തന്നെ ഇസ്രായേലിലെ ജനത്തെ ഇത് ആരാധിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുമായിരുന്നു. ഇതിന്റെ പുറമെ ഇസബേലിനും ആഹാബിന്റെ കൊട്ടാരത്തിൽ അവർ ഊണുമേശയില്ലേ, ആ ഊണുമേശയിൽ 450 എന്ന് വെച്ചാൽ 450 ബാലിന്റെ പ്രവാചകന്മാർക്ക് ആഹാരം കൊടുക്കുകയും ശമ്പളം കൊടുക്കുകയും അവരെ വിഗ്രഹാരാധനയിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഇത് ദൈവത്തിനോ തീരെ ഇഷ്ടമല്ലായിരുന്നു. ദൈവം പറഞ്ഞ എന്തായിരുന്നു? ഞാനല്ലാതെ അന്യദൈവൻ ഉണ്ടാകരുതെന്ന് പറഞ്ഞ ദൈവത്തിന്റെ കൽപ്പനയെ അവരെന്ത് ചെയ്തു? അവര് ത്യജിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ജനത്തെ തെറ്റിക്കുകയും ചെയ്തു. അപ്പം ദൈവം എന്ത് ചെയ്തു എന്നോ? ദൈവം തൻ്റെ പ്രവാചകനായ ഏലിയാവിനോട് പറഞ്ഞു, ഞാൻ ഈ ജനത്തെ ശിക്ഷിക്കാൻ പോവാന്ന്. കൂട്ടുകാരെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ദൈവം ദീർഘക്ഷമയുള്ള ദൈവമാണ്.
അതുപോലെ തന്നെ തെറ്റുകൾ കണ്ടാൽ ദൈവം ശിക്ഷിക്കും. പക്ഷേ ഇത്രയും വലിയൊരു രാജ്യത്തെ നശിപ്പിക്കുക അഥവാ ശിക്ഷിക്കുന്നതിന് മുമ്പേ ദൈവം ആർക്കത് വെളിപ്പെടുത്തി കൊടുത്തു? തൻ്റെ പ്രവാചകനായ ഏലിയാവിന്. അതുപോലെ നമ്മളും തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? ദൈവം നമ്മളെ ശിക്ഷിക്കും. ഇനി നമുക്ക് അങ്ങോട്ട് മുമ്പോട്ട് പഠിച്ചാലോ? ഒരു ദിവസം ഏലിയ പ്രവാചകൻ യഹോവയുടെ അരുളപ്രകാരം ആരുടെ അടുത്ത് നിന്നു? ആഹാബിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് ഒരു കാര്യം ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലാതെ ഇനി മഞ്ഞും മഴയും ദേശത്ത് പെയ്യില്ല എന്ന് ഏലിയാവ് ധൈര്യമായിട്ട് ആഹാബ് രാജാവിനോട് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം ഏലിയാവ് അങ്ങോട്ട് പോയി കെരീത് എന്ന് പറയുന്ന ഒരു തോടിൻ്റെ അടുത്ത് പോയി ഒളിച്ചിരുന്നു. കെരീത് തോട്ടില് ദൈവം എന്ത് ചെയ്തു? ദൈവം കെരീത് തോട്ടില് ഏലിയാവ് പോയി താമസിച്ചപ്പം ഏലിയാവിന് അവിടെ വെള്ളം കിട്ടി. അതുപോലെ ദൈവം ഒരു കാക്കയോട് കൽപ്പിച്ചു. കുട്ടികളോട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. കാക്ക ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്ന ഒരു ജീവിയാണോ? നിങ്ങളുടെ ചുറ്റുപാടൊന്ന് നോക്കിയേ. കാക്ക ആർക്കെങ്കിലും ആഹാരം കൊണ്ട് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാക്ക ഏറ്റവും വൃത്തിയില്ലാത്ത സ്ഥലത്തിരിക്കുന്ന അല്ലേ, സ്കാവഞ്ചർ പോലെ എല്ലാം നമ്മുടെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അവനാണ് അതിനെല്ലാം സോർട്ട് ചെയ്യുന്നത്, കാക്ക. പക്ഷേ ഇവിടെ ദൈവം എന്ത് ചെയ്തു എന്നോ? ദൈവം ഒരു കാക്കയോട് കൽപ്പിച്ചു എന്ത് ചെയ്യാൻ? ഈ ഏലിയ പ്രവാചകന് രാവിലെയും വൈകുന്നേരവും അപ്പവും ഇറച്ചിയും കൊണ്ടുവരാൻ ദൈവം കാക്കയോട് കൽപ്പിച്ചു. റേവൻസ് എന്ന് പറയും കാക്കയ്ക്ക് ഇംഗ്ലീഷിൽ. റേവൻസ് എല്ലാ ദിവസവും എപ്പോൾ വരും? രാവിലെയും വൈകുന്നേരവും അപ്പവും ഇറച്ചിയും ചുണ്ടിൽ വെച്ചിട്ട് ഏലിയാവിൻ്റെ അടുത്ത് വരും. അങ്ങനെ ഏലിയാവ് എന്ത് ചെയ്യും? ഈ തോട്ടിലെ വെള്ളവും കുടിക്കും, ഈ അപ്പവും കഴിക്കും. അങ്ങനെ ഇരിക്കെ ആ കെരീത് തോട്ടിലെ വെള്ളം വറ്റിപ്പോയി. അയ്യോ, വറ്റിപ്പോയപ്പോൾ എന്ത് ചെയ്തു ദൈവം? കേൾക്കണോ? ദൈവം സാരാഫാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വിധവയെ ദൈവം ഒരുക്കി വെച്ചു. ആരെ പോഷിപ്പിക്കാൻ? ഏലിയാവിനെ പോഷിപ്പിക്കാൻ. സാരാഫാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വിധവയുണ്ടായിരുന്നു. വിധവയെന്ന് വെച്ചാൽ ആരാ? ഭർത്താവ് മരിച്ചുപോയ സ്ത്രീക്കാണ് വിധവയെന്ന് പറയുന്നത്. ഈ വിധവയ്ക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഈ വിധവ പാവപ്പെട്ട ഒരു വിധവയായിരുന്നു. പാവപ്പെട്ട ഒരു വിധവ. ഈ വിധവയുടെ വീട്ടിൽ ചെന്നിട്ട് ഏലിയാവ് ഇങ്ങനെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഈ വിധവ ചുള്ളിക്കമ്പുകളെല്ലാം ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ആഹാരം ഉണ്ടാക്കാൻ പോവുക. അപ്പോൾ ഏലിയാവ് ഓടി ചെന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ഇച്ചിരി വെള്ളം കൊണ്ടുതരാൻ പറഞ്ഞു. ഈ വിധവ എന്ത് ചെയ്തു? അങ്ങോട്ട് ചെന്ന് ഇച്ചിരി വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ഓടിപ്പോയപ്പം ഏലിയാവ് പറഞ്ഞു, ഒരു കഷ്ണം അപ്പവും കൂടെ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം ആ വിധവയ്ക്ക് സങ്കടം വന്നു. വിധവ പറഞ്ഞു, അവസാനത്തെ അപ്പവും കൂടെ കഴിച്ചിട്ട് ഞാനും മോനും മരിക്കാൻ പോകുമായിരുന്നു, അപ്പോഴാണോ എന്നോട് ചോദിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ആ വിധവ ഏലിയാവ് പറഞ്ഞതുപോലെ അനുസരിച്ച് വേഗം ഒരു അപ്പം ചുട്ടുകൊണ്ട് വന്നു. ഇത് കണ്ടോ? ഏലിയാവിന് കൊടുത്തു. ആ വിധവയുടെ മോനും വിധവയും കൂടെ ആ അപ്പം കഴിച്ചു. അപ്പൊ ഏലിയാവ് ഒരു കാര്യം ചെയ്തു. ഏലിയാവ് ഇവരെ അനുഗ്രഹിച്ചു. ഈ ക്ഷാമം തീരുന്നവരെ കലത്തിലെ മാവും തീരില്ല, എണ്ണയും ഭരണിയിൽ കുറയത്തില്ലെന്ന് ഏലിയാവ് അനുഗ്രഹിച്ചു. കുട്ടികളെ, നിങ്ങളുടെ വീട്ടിൽ പാസ്റ്റർമാർ വരാറുണ്ടോ? ദൈവമക്കൾ വരാറുണ്ടോ? അവർ വരുമ്പം ചിലപ്പോൾ നമുക്ക് ഉള്ളതെല്ലാം നമ്മൾ കൊടുത്തുന്നിരിക്കും അല്ലേ? പക്ഷേ നമ്മൾ ആർക്കാ കൊടുക്കുന്നത്? നമ്മൾ യേശുപ്പച്ചനാ അത് കൊടുക്കുന്നതെന്ന് ഓർത്ത് വേണം നിങ്ങൾ പാസ്റ്റർമാരും ദൈവമക്കളും വരുമ്പം അവരെ സൽക്കരിക്കാൻ. ആരനുഗ്രഹിക്കും നമ്മളെ? യേശുപ്പച്ചൻ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. ഇനി എന്തു സംഭവിച്ചു? ഈ സാരാഫാത്തില് ദൈവം ആരെ പോഷിപ്പിച്ചു? ഏലിയാവിനെ പോഷിപ്പിച്ചു അല്ലേ? ആ ഭവനത്തിലെ കലത്തിലെ മാവും തീർന്നില്ല, ഭരണിയിലെ എണ്ണയും കുറഞ്ഞില്ല. ഇങ്ങനെ 3 വർഷം കഠിന ക്ഷാമം ആ ദേശത്ത് ഉണ്ടായിരുന്നു. മഴ പെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ആലോചിക്കാൻ ഒക്കുവോ? കുറച്ച് ദിവസത്തേക്ക് മഴ പെയ്യാതിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് ആലോചിക്കാം. എന്നാൽ ക്ഷാമത്തിന്റെ ഭീകരത എന്താണെന്ന് ഞാനൊന്ന് കാണിക്കട്ടെ.
ഇതാണ് ക്ഷാമം വന്നാലുള്ള ഭീകരാവസ്ഥ. കണ്ടോ, ആനിമൽസ് എല്ലാം ചത്തുപോകുന്നു, വെള്ളമില്ലാതെ വരുന്നു. കണ്ടോ, മരത്തിലെ ഇലയെല്ലാം പൊഴിയുന്ന, ഇതിനാണ് ക്ഷാമം എന്ന് പറയുന്നത്. അപ്പൊ എത്ര വർഷം ക്ഷാമം ഉണ്ടായിരുന്നു ആ ദേശത്ത്? 3 വർഷം കഠിന ക്ഷാമമുണ്ടായിരുന്നു. ഇങ്ങനെ ഈ ക്ഷാമം ഇങ്ങനെ മൂർത്തിയ അവസ്ഥയിലായിരിക്കുമ്പം ദൈവം വീണ്ടും ഏലിയാവിനോട് പറയുക, എന്ത്? ആഹാബിന്റെ അടുക്കൽ ചെല്ലാൻ. ഇങ്ങനെ ഏലിയാവ് ആഹാബ് രാജാവിന്റെ അടുക്കലേക്ക് പോകാൻ ഇങ്ങനെ പോയപ്പം ഒബദ്യാവ് എന്ന് പറഞ്ഞ ഒരു രാജാവിന്റെ വിചാരകനെ കണ്ടു. പേരെന്തായിരുന്നു? ഒബദ്യാവ്. ഒബദ്യാവ് ഒരു ദൈവഭക്തനായിരുന്നു. ഒബദ്യാവിനോട് പറഞ്ഞു, ആഹാബ് രാജാവിനോട് പറ, ഇങ്ങോട്ട് വരാൻ ഞാനിവിടെ ഉണ്ടെന്ന്. അങ്ങനെ ഒബദ്യാവ് പതുക്കെ ചെന്ന് രാജാവിനോട് പറഞ്ഞു, ഏലിയാവ് ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് ബന്ധപ്പെട്ട് വന്ന ഏലിയാവിനോട് ദേഷ്യപ്പെട്ടു. എന്തുകൊണ്ടായിരിക്കും ദേഷ്യപ്പെട്ടെ? ക്ഷാമം ഇത്രയും കൂടാൻ കാരണം ഏലിയ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യില്ലെന്ന്, അല്ലേ? അപ്പം രാജാവ് ഓർത്ത്, കണ്ടോ, ഏലിയ പ്രവാചകൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മഞ്ഞും മഴയും പെയ്യാത്തെന്ന് ചോദിച്ചിട്ട് ഈ ഏലിയാവിനെ കണ്ട ഉടനെ ആഹാബ് രാജാവ് ചോദിച്ചു, നീയല്ലേ ഇസ്രായേലിനെ ബുദ്ധിമുട്ടിക്കുന്നവൻ എന്ന് ചോദിച്ചു. ഏലിയാവ് ഇതിന് മറുപടി എന്താ പറഞ്ഞെന്നറിയാവോ കൂട്ടുകാരെ? ഏലിയാവ് പേടിച്ച് മാറി നിൽക്കുക, ഒന്നും ചെയ്യില്ല. ഏലിയാവ് ധൈര്യമായിട്ട് പറഞ്ഞു, ഞാനല്ല ഇസ്രായേലിനെ ബുദ്ധിമുട്ടിക്കുന്നേ. രാജാവേ, രാജാവും രാജാവിൻ്റെ പിതൃഭവനവുമാണ്. നിങ്ങൾ വിഗ്രഹത്തെ നമസ്കരിച്ചത് കൊണ്ട്, ബാലിനെ നമസ്കരിച്ചു, അശേര പ്രതിഷ്ഠ ഉണ്ടാക്കി, ഇതുകൊണ്ടാണ് ദേശത്ത് മഞ്ഞും പഴയും പെയ്യാത്തതെന്ന് ധൈര്യമായിട്ട് ഏലിയാവ് പറഞ്ഞു. നമുക്കിത്രയും ധൈര്യമുണ്ടോ? ഓർക്ക കൂട്ടുകാരെ, ദൈവത്തിൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും മുറുകെ പിടിക്കുമ്പോൾ നമ്മൾ ധൈര്യമായിട്ടിരിക്കണം. എതിരെ ആര് വന്നാലും നമ്മൾ ധൈര്യമായിട്ട് അതിനെ നേരിടണം. ആരാ നമ്മുടെ കൂടെയുള്ളേ? യേശുപ്പച്ചൻ നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ യേശുപ്പച്ചൻ എന്ത് ചെയ്തു? ഏലിയാവിനെ ബലപ്പെടുത്തി. ഇങ്ങനെ ഏലിയാവ് ആഹാബ് രാജാവിനോട് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ എത്രത്തോളം ഇരുതോണിയിൽ കാല് വെക്കും? ഇരുതോണിയിൽ കാല് വെക്കുക എന്ന് വെച്ചാൽ 2 തോണിയിൽ നിങ്ങൾ ഇങ്ങനെ വള്ളത്തിൽ പോയി കാണും, അല്ലെ? വള്ളത്തിൽ ഇങ്ങനെ യാത്ര ചെയ്ത് കാണും. ഒരു വള്ളത്തിൽ നമ്മൾ കാല് വെച്ചിട്ട് മറുകാല് വേറൊരു വള്ളത്തിൽ വെച്ചാൽ 2 കൂടെ ഇങ്ങനെ 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 ആയിട്ട് മുങ്ങിപ്പോകും, അല്ലേ? അതുപോലെ ഇസ്രായേൽ ജനം ജീവനുള്ള ദൈവത്തെയും ബാലിനെയും ഒരുപോലെ വേണമെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഏറ്റവും അവസാനം അവർ പ്രശ്നത്തിലാകും. ഇതാണ് ഏലിയാവ് ഉദ്ദേശിച്ചത്. ഏലിയാവ് പറഞ്ഞു, എന്തു പറഞ്ഞു? ആഹാബ് രാജാവും ബാലിൻ്റെ എല്ലാ പ്രോഫറ്റ്സും പ്രവാചകന്മാരും ഇസ്രായേൽ ജനം എല്ലാം കർമേൽ എന്ന പർവ്വതത്തിൽ വരണമെന്ന് ആര് കൽപ്പിച്ചു? ഏലിയാവ് കൽപ്പിച്ചു. അങ്ങനെ ഏലിയാവ് പറഞ്ഞ പ്രകാരം ആഹാബും ബാലിൻ്റെ പ്രവാചകന്മാരും എല്ലാവരും ജനത്തോടൊപ്പം കർമേൽ പർവ്വതത്തിൽ കൂടി വന്നു. കർമേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നോ? പൂന്തോട്ടം. എന്താ? പൂന്തോട്ടം. ഈ കർമേൽ എന്ന് പറയുന്ന അനേക പർവ്വതങ്ങൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നതിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗമായിരുന്നു ഏത്? കർമേൽ. ഇവിടെ ഏലിയാവ് ജനത്തോടും എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എത്രത്തോളം ഇങ്ങനെ അന്യദൈവങ്ങളെ വിളിച്ചപേക്ഷിച്ചുകൊണ്ടിരിക്കും? ബാൽ ദേവനെങ്കിൽ അവനെ നമസ്കരിച്ചോളൂ, അല്ല യഹോവയാണ് ദൈവമെങ്കിൽ അവനെ നിങ്ങൾ വിളിച്ചപേക്ഷിക്കണം. അങ്ങനെ കർമേലിൽ ഏലിയാവ് പറഞ്ഞു, നമുക്കിവിടെ ഒരു യാഗം അർപ്പിക്കണം. ബാലിൻ്റെ പ്രവാചകന്മാരെല്ലാവരും, അവർ 850 പ്രോഫിറ്റ്സ് ഉണ്ടായിരുന്നു. ബാലിൻ്റെയും അശേരയുടെയും പ്രവാചകന്മാർ. അവരൊരു സ്ഥലത്ത് യാഗപീഠത്തിന് റെഡിയായിട്ട് നിൽക്കുന്നു. ഏലിയാവ് മറു സൈഡിൽ റെഡിയായിട്ട് നിൽക്കുന്നു. ഏലിയാവ് 2 കാളയെ അപേക്ഷിച്ചു. ഒരു കാളെ ഇവർക്ക് കൊടുത്തു, മറ്റേ കാളെ ഏലിയാവ് യാഗത്തിന് വേണ്ടി റെഡിയാക്കാൻ വെച്ചു. ആദ്യം ബാൽ പ്രവാചകന്മാർക്ക് തന്നെ, കാരണം അവർ എണ്ണത്തിൽ ഒത്തിരി ഉള്ളത് കൊണ്ട് അവർക്ക് ആദ്യമത്തെ ചാൻസ് കൊടുത്തു. അവരെന്ത് ചെയ്തു? ഈ യാഗപീഠം എന്ന് പറയുന്ന ഓൾട്ടർ, ഈ വിറക് കൊണ്ട് ഇങ്ങനെ വെച്ചേക്കുന്ന അതിൻ്റെ മുകളിലോട്ട് യാഗവസ്തുവിനെ വെച്ചിട്ട്
ആ വസ്തുവിനെ ഖണ്ഡം ഖണ്ഡമായിട്ട് ഇങ്ങനെ മുറിച്ചു വെച്ചു. എന്നിട്ട് അവർ രാവിലെ തുടങ്ങി ഉച്ചവരെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ബാലേ ഉത്തരമല്ല, ബാലേ ഉത്തരമല്ലെന്ന്. ഒരു ഉത്തരവും കിട്ടിയില്ല. ഉച്ച തിരിഞ്ഞ ശേഷം ഏലിയാവ് എന്ത് ചെയ്തു? ഏലിയാവ് ദാ ഈ കാണുന്നത് പോലെ 12 കല്ല്, ഓരോ ഗോത്രത്തിനും ഓരോ കല്ല് വീതം 12 കല്ലുകൾ അടുക്കി വെച്ചു. യാഗപീഠത്തിന്മേൽ വിറകെല്ലാം വെച്ചു. യാഗപീഠത്തിന്മേൽ യാഗവസ്തു, നമ്മൾ കാളക്കുട്ടിയെ കുറിച്ച് കേട്ടില്ലേ, ആ കാളക്കുട്ടിയെ ഇങ്ങനെ അറുത്ത് യാഗപീഠത്തിന് മുകളിൽ വെച്ചു. ചുറ്റും എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഏലിയാവ് ഇങ്ങനെ പറഞ്ഞു, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ നിൽക്കുന്ന ജനം മനസ്സിലാക്കേണ്ടതിന് ഉത്തരമരുളേണമേ എന്നൊരൊറ്റ പ്രാർത്ഥന ഏലിയാവ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി ഈ യാഗവസ്തുവിനെയും എല്ലാത്തിനെയും ദഹിപ്പിച്ചു. ഏലിയാവ് ഈ യാഗവസ്തുവിന്റെ ചുറ്റുമായിട്ട് 3 പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വെള്ളം വരെ വറ്റിപ്പോയി. ജനമെല്ലാം ഒറ്റ സ്വരത്തോടെ പറഞ്ഞു, യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. ഏലിയാവ് എന്തു ചെയ്തു എന്നോ? ഈ 850 ബാലിന്റെയും അശേര പ്രതിഷ്ഠകളെ അവരെ ആരാധിച്ചുകൊണ്ടിരുന്ന പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു. ഇങ്ങനെ ഇസ്രായേലിലുള്ള എല്ലാ ജനവും മനസ്സിലാക്കി യഹോവയാണ് ജീവനുള്ള ദൈവമെന്ന്. ഓർക്കുക കൂട്ടുകാരെ, ഏലിയാവ് ധൈര്യമായിട്ട് ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ദൈവം അവനിൽ പ്രസാദിക്കുകയും ഉത്തരമരുളുകയും ചെയ്തു. യഹോവ തന്നെ ദൈവമെന്ന് ആരിലൂടെ വെളിപ്പെടുത്തി? ഏലിയാവിലൂടെ ദൈവം വെളിപ്പെടുത്തി. നിങ്ങളായിരിക്കുന്ന ഏത് മേഖലയായാലും അവിടെ സത്യ ദൈവത്തിന് വേണ്ടി നിലനിൽക്കാന്നുള്ള നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന യഹോവ അഥവാ ദൈവം ജീവനുള്ള ദൈവമെന്ന് നമ്മളിലൂടെ ചുറ്റുമുള്ളവർ അറിയണം. നിങ്ങൾ ആ തീരുമാനത്തോടെയാണോ ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തത്? യഹോവ ദൈവമെങ്കിൽ ദൈവത്തെ നമസ്കരിക്കാൻ ഏലിയാവ് പറഞ്ഞപ്പോൾ അത് അതുപോലെ സംഭവിച്ചു. മഴ പെയ്യാൻ വേണ്ടി ഏലിയാവ് എന്ത് ചെയ്തു? ഈ കർമ്മേൽ പർവ്വതത്തിൽ ഏലിയാവ് കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3 വർഷമായിട്ട് പെയ്തിട്ടില്ല, മഴ പെയ്തിട്ടില്ല അല്ലേ? നമ്മൾ കണ്ടു ക്ഷാമം എത്ര കഠിനമായിരുന്നു. ഈ യാഗമെല്ലാം അർപ്പിച്ച ശേഷം യഹോവ തീ കൊണ്ട് ഉത്തരമറിയ ശേഷം ഏലിയാവ് എന്ത് ചെയ്തു? ആ കർമ്മേലിൽ പോയിട്ട് പ്രാർത്ഥിച്ചു. മഴയ്ക്കായിട്ട് തൻ്റെ ദാസനെ വിട്ടു. 2 പ്രാവശ്യം ഒക്കെയും പിന്നെയും വിട്ടു. ഏറ്റവും ഒടുവിൽ കാർമേഘം വന്ന് ശക്തമായ മഴ പെയ്തു. ജനം ജീവനുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി മനസ്സിലാക്കി. കൊച്ചുകുട്ടികളെ, നിങ്ങളിലൂടെ നിങ്ങളുടെ ചുറ്റുപാടുള്ളവര് ജീവനുള്ള ദൈവത്തെ കാണണം. നിങ്ങൾ ഏലിയാവിനെ പോലെ ധൈര്യമായിട്ട് നിന്നാൽ ദൈവം നിങ്ങളിലൂടെ പ്രവർത്തിക്കും. ഇന്നത്തെ മനപ്പാഠവാക്യം നമുക്ക് നോക്കിയാലോ? സങ്കീർത്തന പുസ്തകത്തിലെ 16-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യമാണ് ഇന്നത്തെ മനപ്പാഠവാക്യം. അന്യദൈവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കയില്ല. അവരുടെ നാമങ്ങളെ എൻ്റെ നാവിൽ മേൽ എടുക്കുകയുമില്ല. ഒന്നുകൂടെ പറയാം. അന്യദൈവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കയില്ല. അവരുടെ നാമങ്ങളെ എൻ്റെ നാവിൽ മേൽ എടുക്കുകയുമില്ല. Psalm 16:4. Their sorrows shall be multiplied that hasten after another God. Their drink offerings of blood will I not offer, nor take up their names on my lips. അപ്പൊ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലോട്ട് കടന്നാലോ? നമുക്കിന്ന് 7 ചോദ്യങ്ങളുണ്ട്. അതിലെ ആദ്യത്തെ ചോദ്യം, ആഹാബ് രാജാവിൻ്റെ ഭാര്യയുടെ പേര് എന്ത്?
ആഹാബ് രാജാവിൻ്റെ ഭാര്യയുടെ പേര് എന്ത്? വാട്ട് വാസ് ദ നെയിം ഓഫ് ദ വൈഫ് ഓഫ് കിങ് ആഹാബ്? നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല, ആരോട് പറഞ്ഞു? Without me telling, there wouldn't be any dew or rain on the face of earth. Who told whom? മൂന്നാമത്തെ ചോദ്യം, ക്ഷാമകാലത്ത് ഏലിയ പാർത്ത 2 സ്ഥലങ്ങൾ ഏവ? അവിടെ ദൈവം എങ്ങനെ ഏലിയാവിനെ പോഷിപ്പിച്ചു? Which were the 2 places Elijah stayed during the famine? And how did God provide for him? നാലാമത്തെ ചോദ്യത്തിലോട്ട് കടന്നാലോ? ആഹാബ് രാജാവിൻ്റെ ഗൃഹവിചാരകന്റെ പേര് എന്ത്? നമ്മളൊന്ന് പറഞ്ഞു പോയായിരുന്നു. ഹൂ വാസ് ദ പേഴ്സൺ ഇൻ ചാർജ് ഓഫ് ആഹാബ്സ് ഹൗസ് ഹോൾഡ്? ഞാൻ പറഞ്ഞായിരുന്നു അതൊരു ദൈവഭക്തനായ ഒരു പുരുഷനായിരുന്നു എന്ന്. ഇനി ഫിഫ്ത്ത്, 5ാമത്തെ ക്വസ്റ്റ്യൻ, അർത്ഥം എഴുതുക. കർമ്മേൽ, കർമ്മേൽ എന്ന വാക്കിന്റെ അർത്ഥം. 6ാമത്തെ ചോദ്യം, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വെക്കും? ആരോട് പറഞ്ഞു? കർമ്മേൽ പർവ്വതത്തിലെ കാര്യം ഓർത്താൽ മതി, നിങ്ങളത് ഓർക്കും. ഏറ്റവും അവസാനത്തെയും 7ാമത്തെയും ചോദ്യം, യഹോവ തന്നെ ദൈവമെന്ന് ഏലിയാവ് തെളിയിച്ചത് എങ്ങനെ? How did Elijah prove that the Lord is God? How did Elijah prove that the Lord is God? നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ നോക്കിയതാണ്. നമ്മൾ പഠിച്ച മനപ്പാഠ വാക്യം ഒന്നുകൂടെ ഒന്ന് നമുക്ക് നോക്കിയാലോ? എന്താണ് അതിൽ പറയുന്നത്? നമ്മളിന്ന് ഒത്തിരി കാര്യങ്ങൾ കണ്ടു അല്ലേ? ഏലിയാവ് ദൈവത്തിന് വേണ്ടി നിന്നതും എല്ലാം. ഇനി വാക്യം എന്താ നമ്മളോട് പറയുന്നത്? അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. എന്നുവെച്ചാൽ വിഗ്രഹങ്ങളെ വിളിക്കുകയും മനുഷ്യനുണ്ടാക്കിയ കാര്യങ്ങളെ, മനുഷ്യനാൽ നിർമ്മിതമായ കാര്യങ്ങളെ ആരാധിക്കുകയും ഒക്കെ ചെയ്താൽ എന്ത് സംഭവിക്കും? അവരുടെ വേദനകൾ വർദ്ധിക്കും. അവരുടെ രക്തപാനീയ ബലിയിലെ ഞാൻ അർപ്പിക്കയില്ല എന്ന് വെച്ചാൽ അന്യദൈവങ്ങളെ കൈക്കൊള്ളുന്നവരും ആരാധിക്കുന്നവരും ചെയ്യുന്ന രീതി അല്ല ദൈവമക്കളായ നമ്മുടെ ദൈവത്തെ ആരാധിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പം അത് ചെയ്യരുതെന്നാണ് പറയുന്നത്. അവരുടെ നാമങ്ങളെ നമ്മുടെ നാവിൽമേൽ എടുക്കുകയും വരുത്. നിങ്ങൾ പഠിക്കുകയും നിങ്ങൾ പല സ്ഥലത്തും പല കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഇടപെടുമ്പോഴും ഓർക്കുക നമ്മൾ ആരാണെന്ന്. നമ്മൾ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ എപ്രകാരമാണ് നടക്കേണ്ടത്? വിഗ്രഹാരാധന ദൈവത്തിന് തീരെ ഇഷ്ടമില്ല. വിഗ്രഹത്തെ ആരാധിച്ച് ഇസ്രായേൽ മക്കളെ ദൈവം ശിക്ഷിച്ചു അല്ലേ? ശിക്ഷിക്കാൻ തീരുമാനിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തു. അതിന് അനന്തരഫലം അവർ 3 വർഷം ക്ഷാമത്തിലൂടെ കടന്നുപോയി. അതൊക്കെയും നമ്മൾ കണ്ടു. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ പാഠത്തിൽ നമ്മൾ അനേക കാര്യങ്ങൾ കണ്ടു. ഏലിയാവിനെ പോലെ ധൈര്യമായിട്ടിരിക്കാൻ നമുക്ക് പ്രാർത്ഥിച്ചാലോ? എല്ലാ കൂട്ടുകാരും കണ്ണുകൾ അടച്ചേ, കൈകൂപ്പിക്കേ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന പിതാവേ, കർമ്മേലിൽ യാഗമർപ്പിച്ചപ്പോൾ തീ കൊണ്ട് ഉത്തരമറിയ ജീവനുള്ള ദൈവം അങ്ങ് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ ഓരോ കുട്ടികളും അത് മനസ്സിലാക്കി കർത്താവിന് വേണ്ടി ഏലിയാവിനെ പോലെ ധൈര്യമായിട്ട് നിൽക്കുവാൻ ഓരോ കുട്ടികളെയും അവിടുന്ന് സഹായിക്കണമേ. അവരായിരിക്കുന്ന മേഖലയിൽ കർത്താവിനെ ഉയർത്തുന്നവരായിരിക്കാൻ പിതാവ് അവരെ സഹായിക്കണം. എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഹായ് കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ഓൺലൈൻ ക്ലാസ്സിൽ സന്തോഷത്തോടെ പങ്കെടുക്കുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ മുടങ്ങാതെ ലഭ്യമാകുവാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായിട്ട് ഓർപ്പിക്കുന്നു. അതോടൊപ്പം അതിനടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും നിങ്ങളെ ഓർപ്പിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കിലൂടെ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുവാനായിട്ട് ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ ഹോംവർക്കുകളും ടാസ്കുകളും മറന്നുപോകാതെ നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുവാനും നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. തുടർന്നും ഈ ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.